ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഇപ്പോൾ നമ്മളെ ദേവസ്വം ബോർഡിന്റെ എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ദേവസ്വം ബോർഡിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അപ്ലൈയും ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്തതാണ് അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡെയിലി എന്താണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ നമ്മളെ ചാനലിലൊക്കെ ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം വരുന്നത് പുരാണങ്ങൾ എത്ര എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ പുരാണങ്ങൾ എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചതാണ്, എത്ര പുരാണമുണ്ട് എന്നുള്ള കാര്യം അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എത്രയാ പുരാണങ്ങള്. പുരാണങ്ങളുടെ എണ്ണം 18 ആണ്. 18 പുരാണങ്ങളാണ് നമുക്കുള്ളത്. എത്രയാ മക്കളെ? 18 പുരാണങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. എത്രയാ? 18 പുരാണങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത് അല്ലെ. ആ 18 പുരാണങ്ങൾ ഏതാന്നൊക്കെ നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. 18 പുരാണങ്ങളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തേതിന്റെ ആൻസർ. ദെൻ അടുത്തത്, വേദാംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വേദങ്ങൾ 4 ഉണ്ട്, അതേപോലെ വേദാംഗങ്ങളുണ്ട്. വേദാംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. നോക്കിയേ, ന്യായം, ശിക്ഷ, കൽപ്പം, നിരുക്തം. വേദാംഗങ്ങൾ ഉൾപ്പെടാത്ത ഏതാണ്? അത് വേദാംഗം എന്നാണ് പറയുന്നത്, വേദം എന്നല്ല അവിടെ പറയുന്നത്, വേദാംഗം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ വേദാംഗത്തിൽ ഉൾപ്പെടാത്ത ഏതാണെന്നുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഏതാ? അപ്പോൾ വേദാംഗങ്ങൾ ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേദാംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ മക്കളെ? അത് ന്യായമാണ്. ന്യായമാണ് വേദാംഗങ്ങളിൽ ഉൾപ്പെടാത്ത ഒന്ന്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ക്ഷേത്ര സംബന്ധിയായ വാദ്യോപകരണം ഏത്? ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വാദ്യോപകരണങ്ങളെ പറ്റി നമ്മൾ പഠിച്ചതാണ്. ക്ഷേത്ര കലകള്, ക്ഷേത്രവാദ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. അപ്പൊ ഇത്തരത്തില് ക്ഷേത്ര സംബന്ധിയായ വാദ്യോപകരണം ഏത്? മിഴാവ്, മദ്ദളം, തബല, ഹാർമോണിയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രോപകരണം എന്ന് പറയുമ്പോൾ അല്ലെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷേത്രവാദ്യം. ആ ക്ഷേത്രവാദ്യം എന്ന് പറയുമ്പോൾ ക്ഷേത്ര കലയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു വാദ്യോപകരണമാണ് മിഴാവ്. മിഴാവ് സാധാരണ കൂത്തിനാണ് മിഴാവുകൾ ഉപയോഗിക്കുക. ഈ കൂത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓട്ടൻ തുള്ളലിനെ അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തെ കണക്ട് ചെയ്തുകൊണ്ട് കുഞ്ചൻ നമ്പ്യാരുടെയും ചാക്യാരുടെയും കഥകൾ നമുക്ക് അനുസ്മരിക്കാം അല്ലെ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്പ്യാർ എന്താ ആരംഭിച്ചത്? തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് പറയാം. അപ്പൊ അതും കൂടി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ താഴെ പറയുന്ന പോലെ ക്ഷേത്ര സംബന്ധിയായ വാദ്യോപകരണം എന്ന് പറയുമ്പോൾ മിഴാവാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, ശരി, അടുത്തൊരു ചോദ്യം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സംശയം തോന്നും, എന്താ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏത്? ഇപ്പൊ ഗണപതി അല്ലേ എന്നുള്ള സംശയം തോന്നും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്കിലുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തില് സാധാരണ ഗണപതിയാണ് അവിടെ പൂജിക്കുന്നത്, ഗണപതിക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത്. എന്നാൽ കൂടി അത് അറിയപ്പെടുന്ന പ്രധാനമായിട്ടും ശിവക്ഷേത്രമാണ്. അതായത് പ്രധാന പ്രതിഷ്ഠ ആരതാണ്? ശിവന്റെതാണ്. കൊട്ടാരക്കര ഗണപതി എന്ന് അറിയപ്പെടുന്നുണ്ട്, എന്നാൽ കൂടി ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പക്ഷെ ഗണപതിക്കാണ് പ്രാധാന്യമുള്ളത്. അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ. അതായത് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഒന്ന്, അതായത് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് മറ്റൊന്നിന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണെങ്കിൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ തിരുമാന്താംകുന്ന് ക്ഷേത്രം അല്ലെ. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തില് മംഗല്യ പൂജ എന്നുള്ളൊരു വഴിപാടുണ്ട്. അത് പ്രത്യേകമായും ഗണപതിക്കാണ് നമ്മൾ കൊടുക്കുക അല്ലെ. അവിടെ ദേവിക്കല്ല, മറിച്ച് ഗണപതിക്കാണ് ഈ മംഗല്യ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മംഗല്യ പൂജയ്ക്ക് പ്രാധാന്യമുണ്ട്, അത് ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ആരാണ്? ശിവനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ശരി, അടുത്തൊരു ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനമായ കലാരൂപം ഏത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കലാരൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? രാമനാട്ടമുണ്ട്, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, കഥകളി എന്നിവ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഒരു കലാരൂപം എന്ന് പറയുന്നത് കൃഷ്ണനാട്ടം തന്നെയാണ് അല്ലെ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപം എന്ന് പറയുന്നത് കൃഷ്ണനാട്ടമാണ്. അതായത് കഥകളിയോട് സാമ്യതയുള്ള ഒരു കലാരൂപം കൂടിയാണ് പ്രധാനമായിട്ടും എന്ത് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, കാവു തീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാവു തീണ്ടൽ എന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആലുവ ശിവരാത്രി, ആറാട്ടുപുഴ പൂരം, ആറ്റുകാൽ പൊങ്കാല, കൊടുങ്ങല്ലൂർ ഭരണി. അപ്പൊ കാവു തീണ്ടൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പ്രധാനമായിട്ടും കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് കാവു തീണ്ടൽ എന്നൊരു ചടങ്ങ് അല്ലെ. കാവു തീണ്ടൽ എന്നൊരു ചടങ്ങ് അശ്വതി ഭരണി നാൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കൊടുങ്ങല്ലൂർ ഭരണി.
അതുമായി ബന്ധപ്പെട്ടാണ് അവിടെ കാവ് തീണ്ടൽ എന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവം അവിടെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഐതിഹ്യമാലയുടെ രചയിതാവ് ആരാണ്? നമ്മളെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ടൊരു രചനയാണ് ഐതിഹ്യമാല. അപ്പൊ ഐതിഹ്യമാലയുടെ രചയിതാവ് ചോദിക്കുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി, രാമപുരത്ത് വാര്യർ, ഇളംകുളം കുഞ്ഞൻപിള്ള, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതിൽ ഐതിഹ്യമാല എന്ന് പറയുമ്പോൾ ഒരുപാട് കഥകൾ, അതായത് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേരള ചരിത്രത്തിന്റെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരുപാട് നായകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കഥകൾ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഐതിഹ്യമാലയുടെ രചയിതാവ് മറ്റാരുമല്ല, ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാലയുടെ രചയിതാവ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാലയുടെ രചയിതാവ്. ശരി, അടുത്തൊരു ചോദ്യം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. നമ്മളെ ദേവസ്വം ബോർഡിന്റെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ, ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം? ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ദേവസ്വം ബോർഡിൽ നല്ലൊരു ജോലി നമുക്ക് എന്ത് ചെയ്യാം? കരസ്ഥമാക്കാം. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായും ഇന്ന് MCQs പറയാനുള്ളത്. അതുകൂടാതെ നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഫ്രീ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ഒരുപാട് ഇത്തരത്തിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള MCQകളായിട്ടും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടും അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജോയിൻ ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ അതിന്റെ ലിങ്കും കൂടി എവിടെ എന്ത് ചെയ്യാം? താഴെ കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനലിനെ സജസ്റ്റ് കൂടി ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി പുതിയ കുറച്ച് MCQs ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.